ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PCG റിലേറ്റഡ് ആയിട്ടുള്ള PCGയുടെ ആദ്യത്തെ PCGയും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മൾ രണ്ടാമത്തെ PCG ആണ് നോക്കാൻ പോകുന്നത്. PCG എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 100ൽ നിന്ന് തുടങ്ങാനുള്ള രീതിയിലായിരുന്നു പറഞ്ഞത് അല്ലേ. ഇതിൻ്റെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ, അതായത് രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരാളുടെ സാലറി 10% കൂടുന്നുണ്ട്, 25% കൂടുന്നുണ്ട്, അതായിരുന്നല്ലോ എന്തിൽ പഠിച്ചത്, PCG അപ്ലിക്കേഷൻ 1 പഠിച്ചത്. ഈ രണ്ടാമത്തെ അപ്ലിക്കേഷൻ പറയുമ്പോൾ അവിടെ രണ്ട് ആൾക്കാർ കടന്നു വരും. ഫോർ എക്സാമ്പിൾ ഏരിയയാണ് പറയുന്നത്. അപ്പോൾ ഏരിയ പറയുന്ന സമയത്ത് എന്താണ്, അവിടെ ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. ഏരിയ റെക്റ്റാങ്കിൾ ആണെന്നുള്ള രീതിയിൽ വിചാരിച്ചോ. ഇപ്പോൾ ഏരിയ പറയുമ്പോൾ അവിടെ ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. റെക്റ്റാങ്കിൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള അതിൻ്റെ ഏരിയ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ ലെങ്ത്ത് ഒരു 20% കൂടുന്നുണ്ട്, അതേപോലെ ബ്രെഡ്ത്ത് ഒരു 10% കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റം? ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. അതായത് രണ്ടാൾക്കാർ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടാൾക്കാർ അവിടെ കടന്നു വരുന്നുണ്ട്. രണ്ടോ ചിലപ്പോൾ 3, 4, 5 ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഒക്കെ സെയിം മെത്തേഡാണ്. ഒരു മെത്തേഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, PCG പറയുന്നത് എന്താണ്, തുടക്കത്തിൽ എപ്പോഴും 100 അല്ലേ. അപ്പം 100. അപ്പോൾ ലെങ്ത്ത് 20 കൂടി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, 20% ഇവിടെ കൂട്ടുക. 20% കൂടുന്ന സമയത്ത് എന്തായിട്ട് മാറും, +20. ഇപ്പം 100 + 20 എന്തായിട്ട് മാറും, 120. ഓക്കെ, ഇനി അടുത്ത് ബ്രെഡ്ത്ത് 10% കൂടുന്നുണ്ടല്ലോ. അപ്പം അതും എന്ത് ചെയ്യുക, 10% കൂടുക. 10% കൂട്ടുക പറയുമ്പോൾ 120ൻ്റെ 10% എത്രയാണ്, 12. അപ്പം +12. 120 12 എന്ന് പറയുമ്പോൾ 132. അതായത് തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നത്, പിന്നെ 132 എത്തുക എന്ന് പറയുന്ന സമയത്ത് അവിടെ എത്രയാണ്, 32% അവിടെ വന്ന ഇൻക്രീസ്. അതായത് ഈ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഈ ലെങ്ത്ത് 20% കൂടുമ്പോഴും ബ്രെഡ്ത്ത് 10% കൂടുമ്പോഴും ഏരിയ എത്ര വെച്ച് കൂടും, 32% ഏരിയ കൂടും. ഇതാണ് ബേസിക്കായിട്ട് രണ്ടാമത്തെ PCG എന്ന് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കൂടുതലായിട്ട് പഠിക്കും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ഇഫ് ദി സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%, ദെൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ എന്നുള്ള രീതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ജോമെട്രി മെൻസുറേഷനിൽ ഇതിൻ്റെ ഫോർമുലയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പറയുന്ന സമയത്ത് ആ ഫോർമുല ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു സർക്കിളിൻ്റെ പല ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും, സർക്കിളിൻ്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്നൊക്കെ പറയും. സർക്കംഫറൻസ് അല്ലെങ്കിൽ എന്ത് പറയും, പെരിമീറ്റർ. അപ്പോൾ അതിനുള്ള ഫോർമുല എന്ത്, 2πr. ഇതേപോലെ തന്നെ ഏരിയ പറയുകയാണെങ്കിൽ അതിൻ്റെ ഫോർമുല എന്ത്, ഏരിയ ഓഫ് സർക്കിൾ ആണെങ്കിൽ πr². അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞ് സർക്കംഫറൻസ് 20% കൂടുന്നുണ്ടെന്ന്. ഇയാൾ 20% കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ 2π എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ സർക്കംഫറൻസ് 20% കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഇവിടെ കൂടുന്നത്, റേഡിയസ് ആണ് 20% കൂടുന്നത്. അതായത് ഈ ഒരു ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ പറയാം, റേഡിയസ് 20% കൂടുമ്പം ഏരിയ എത്ര കൂടുന്നുണ്ടെന്നുള്ളത്. ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, πr² ആണല്ലോ. എനിക്ക് π×r×r എന്ന് എഴുതാൻ പറ്റില്ലോ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ റേഡിയസ് 20% വെച്ച് കൂടുന്നതാണ് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. ഇവിടെ ലെങ്ത്ത് 20% കൂടുന്നുണ്ട്, ബ്രെഡ്ത്ത് 10% കൂടുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ റേഡിയസ് എത്ര വെച്ച് കൂടുന്നുണ്ട്, 20% വെച്ച് കൂടുന്നുണ്ട്, 20% കൂടുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഈ റേഡിയസും തന്നെയാണ് 20% വെച്ച് കൂടുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയാം അല്ലേ, സെയിം സാധനം. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം 100 തുറക്കും, ഒരു 20% കൂട്ടുക എന്ന് പറയുന്ന സമയത്ത് എന്നിട്ട് മാറും +20, അത് 120 ആവും. വീണ്ടും ആ ഒരു ആറല്ലല്ലേ, 2 ആറാണുള്ളത്. ഇനി നിങ്ങൾ വോളിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ 3 ആറൊക്കെ വരും. അപ്പോൾ അതൊക്കെ സെയിം എത്ര തന്നെയാണ്. ഇവിടെ ഒരാറാകുമ്പോൾ 20, പിന്നെ വീണ്ടും 20 ഉണ്ടല്ലോ, അപ്പോൾ വീണ്ടും 20 അപ്ലൈ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 120ൻ്റെ 20% എത്ര എന്നുള്ളതാണ് നോക്കേണ്ടത്. 120ൻ്റെ 20% എത്രയാണ്, 24. അപ്പോൾ +24 ആണ്. ഇപ്പോൾ 120 + 24 എന്ന് പറയുമ്പോൾ 144. തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നത്, അത് 144 എത്തി എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് അവിടെ കൂടിയത്, 44% അവിടെ വന്ന് ഇൻക്രീസ്. അടുത്ത ദിവസം നോക്കണോ, എ ബോയ് സെക്യൂർസ് 70. ഇത് PCGയുടെ ഒരു ആപ്ലിക്കേഷൻ അല്ല, പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടിക്ക് 70%, 40% and 60% മാർക്ക് ഇൻ ടെക്സ്റ്റ് പേപ്പേഴ്സ് വിത്ത് 100, 50, 150
റെസ്പെക്റ്റീവ്ലി ആസ് മാക്സിമം മാർക്സ്. അതായത് 100 മാർക്കുള്ള ഒരു എക്സാമിൽ ആ കുട്ടിക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 70% കിട്ടിയിട്ടുണ്ട്. 50 മാർക്കുകളിൽ 40% കിട്ടിയിട്ടുണ്ട്. 150 മാർക്കുകളിൽ 60% മാർക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞതിൻ്റെ മീനിങ്. അപ്പോൾ നോക്കടാ, 70% ആണ് ഏത് എക്സാമിൽ കിട്ടിയത്? 100 മാർക്കുള്ള എക്സാമിൽ കിട്ടിയത്. അതേപോലെ 40% ആണ് ഏതിൽ? 50 മാർക്കുള്ളതിൽ കിട്ടിയത്. 70, 40 പിന്നെ 60 അല്ലേ? 60% ആണ് എന്ത്? 150 കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ ടോട്ടൽ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഉണ്ടാവില്ല, അതിൻ്റെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് എത്ര വായിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു മാത്സിലുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ നമ്മൾ എന്തായാലും നോക്കല്, മാത്സിൽ നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 അതേപോലെ തന്നെയാണ്. പക്ഷേ അവിടെ മാത്സ് മാത്രമല്ല, അവിടെ ടോട്ടൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ അഗ്രിഗേറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ അതായത് ഓരോ സബ്ജക്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നോക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റിൽ എത്ര മാർക്ക് കിട്ടിയത്? 70% ഓഫ് 100 ആണ്. അപ്പോൾ 70% ഓഫ് 100 എന്ന് പറയുമ്പോൾ 70 നോക്ക്, 70 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ചെയ്ത് നോക്കണ്ട, എന്താണ് 70 ആണ്. അടുത്ത് 40% ഓഫ് 50 ഗസ് ചെയ്താൽ മതി, ഉത്തരം എന്താണ്? 20 ആണ്. അത് നോക്കിയാൽ മതി. എന്താ 4ഉം 5 അല്ലേ? 4ഉം 5 ആകുമ്പോൾ 20 അല്ലേ? പിന്നെ ബാക്കി 0യും 0യൊക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, നീ സംശയമുള്ള ആൾക്കാർ വേണമെങ്കിൽ 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 50 ആ രീതിയിലൊക്കെ ചെയ്യാം. ഇതും ഗസ് ചെയ്യാം. ഇവിടെ 60 150 ഉണ്ടല്ലോ, അപ്പോൾ 6ഉം 15 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? 90 വരിക അല്ലേ? അപ്പോൾ ആൻസർ എന്താ വരുള്ളൂ? 90. സംശയമുള്ള ആൾക്കാർ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കട്ടോ. ഞാൻ ഈ 0യും ശരിക്കും എന്താ വരുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 60 ഡിവൈഡ് ബൈ 100 ഇങ്ങനെയാണല്ലോ വരുന്നത്. ഈ 0യും പോകും, ഈ 0യും പോകും, ബാക്കി 15 വരും, 90. നമ്മൾ മൈൻഡിൽ ചെയ്തോളൂ, അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ടീക്കെ. അപ്പോൾ ഈ കുട്ടിക്ക് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി നോക്കാം. 70ഉം 20ഉം 90, 90ഉം 90, 180. 180 മാർക്കാണ് ഈ കുട്ടിക്ക് ടോട്ടൽ കിട്ടിയത്. ഔട്ട് ഓഫ് എത്രയാണ്? 100ഉണ്ട്, 50ഉണ്ട്, 100ഉണ്ട്, 50ഉണ്ട്, 180 ഉണ്ട് അല്ലേ? അപ്പം 100ഉം 200ഉം 300 മാർക്കിൽ 150 കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്ര? 180 ഡിവൈഡ് ബൈ 300 ഇൻറ്റു 100. ഒന്നും ക്യാൻസലാവും, ഇതൊന്നും ക്യാൻസലാവും. 180 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 60 ഉണ്ട്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 2022 ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ എടാ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേക്കേ. ഞാൻ മുൻപൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെറിയ ചേഞ്ച് ഉണ്ടെന്നുള്ളത്. ഒന്ന് തിങ്ക് ചെയ്യണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത്. ഇൻ ആൻ എക്സാമിനേഷൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് 300 മാർക്സ് ടു പാസ്. എ സ്റ്റുഡൻറ് ഗെറ്റ്സ് 225 മാർക്സ് and is declared fail by 10% mark. What are the maximum marks of the examination എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഒരു എക്സാമിൽ ഒരു കുട്ടിക്ക് 300 മാർക്ക് വേണം പാസ്സാവാൻ. ഓക്കെ, കുഴപ്പമില്ല. എ സ്റ്റുഡൻറ് ഗെറ്റ്സ് 225 മാർക്സ് ആൻഡ് ഡിക്ലെയർഡ് ഫെയിൽ ബൈ 10% മാർക്ക്. ഈ കുട്ടിക്ക് 225 മാർക്ക് കിട്ടിയപ്പം 10% ഫെയിലായി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അല്ലേ? അതായത് ഈ കുട്ടിക്ക് പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എത്ര മാർക്ക് കൂടി വേണോ? 300 മാർക്കാണ് പാസ്സാവാൻ വേണ്ടി, 225 മാർക്കാണ് ഇപ്പോൾ കിട്ടിയത്. അതായത് 75 മാർക്ക്, 75 മാർക്സും കൂടി ഉണ്ടെങ്കിൽ കുട്ടി എന്താണ്? പാസ്സാണ് അല്ലേ? 75 മാർക്സും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി എന്താണ്? പാസ്സാണ്. വേറൊരു കാര്യങ്ങളും ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഡിക്ലെയർഡ് ഫെയിൽ ബൈ 10% മാർക്ക്. 10% മാർക്കിനാണ് ഈ കുട്ടി തോറ്റുപോയത്. അതായത് ഈ ഒരു രീതിയിൽ ആലോചിക്കുക, 10% മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ 10% മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുട്ടി പാസ്സായിരുന്നു എന്നുള്ളൊരു മീനിങ് ഉണ്ടല്ലോ. അതെ, 10% മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്? കുട്ടി പാസ്സാണ്. അതായത് 10% മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടി പാസ്സാണ്. അതേപോലെ 75 മാർക്കും കൂടി ഉണ്ടെങ്കിൽ എന്താണ്? അതും ഈ കുട്ടി പാസ്സാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഈക്വൽ അല്ലേ? ഏത്? ഇത് ഈക്വൽ ടു ഇത് അല്ലേ? ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി മാക്സിമം മാർക്ക്? മാക്സിമം മാർക്ക് ടോട്ടൽ മാർക്കൊക്കെ എന്താടാ? 100 അല്ലേ? 100% അല്ലേ? ആണ്. 10% എന്ന് പറഞ്ഞാൽ 25 ആണെങ്കിൽ 100% എത്രയാണ്? ഇവിടെ 10 ഇൻറ്റു 10 ഇതാ പോരെ? അപ്പോൾ 100 ആയില്ലേ? ഇത്രയും കിട്ടിയില്ലേ? 75 ഇൻറ്റു 10 ചെയ്യാം, 750. അപ്പോൾ അതാണ് സംഗതി കേട്ടോ. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടീക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇഫ് പി ഈസ് ഈക്വൽ ടു x% ഓഫ് y and q equal to y% of x, what is which of the following? ഒന്നുമില്ല, കാണുമ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? പി ഈക്വൽ ടു x% ഓഫ് y എന്ന് പറയുമ്പോൾ എന്താണ്? ഈ x% എന്ന് പറഞ്ഞാൽ എന്താണ്?
x/100. ഓക്കെ, x/100 ഇൻറ്റു വൈ. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടോ? 20% പറഞ്ഞാൽ 20/100 എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? y% ഓഫ് എക്സ് ആണ്, അതായത് y/100 ഇൻറ്റു എക്സ്. കടാ ഇതെന്ത് സാധനം, ഇതെന്തോ അവിടെ മുകളിൽ ആരാളുള്ളത്? എക്സും വൈയും, അപ്പോൾ XY. താഴത്തെ ആരാളുള്ളത്? 100, അപ്പോൾ /100. നോക്കടാ, മുകളിൽ ആരാളുള്ളത്? വൈയും എക്സും. ഈ വൈൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈ എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ? ആണ്. അപ്പോൾ XY. താഴത്തെ ആരാളുള്ളത്? 100. മനസ്സിലായില്ലേ? ഇത് രണ്ട് ഈക്വലാണ്, പിയും ഈക്വലാണ് ക്യൂവും ഈക്വലാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ, നോക്കടാ. If 25% of electricity bill is deducted, then 375 is still to be paid. How much was the original bill? ഒന്ന് ചെയ്തു നോക്കാം, ഒന്ന് ആലോചിക്കാം. 25% ബില്ല് അടച്ചപ്പോൾ നമുക്ക് എന്താണ് 375% അടയ്ക്കാൻ ബാക്കിയാണ്. അത് ചോദിക്കട്ടെ, 25% ബില്ല് അടച്ചെന്ന് പറഞ്ഞാൽ ഇനി എത്ര ശതമാനമാണ് അടയ്ക്കാൻ ബാക്കിയുള്ളത്? എത്രയാണ്? കിട്ടില്ലേ? 75% ആണ്. കാരണം ടോട്ടൽ എപ്പോഴും 100 ആണ്. 25% അടച്ചെന്ന് പറഞ്ഞാൽ ബാക്കി എത്രയാണ്? 75% ആണ് ബാക്കിയുള്ളത്. അതേപോലെ ഈ ബാക്കിയുള്ളത് എത്രയും കൂടിയാണ്? 375 ആണ്. ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ₹375 ഈസ് സ്റ്റിൽ ടു ബി പെയ്ഡ്, അതായത് ബാക്കിയുള്ളത്. അതായത് ഇതെന്താണ്? 375 ആണ്. ടീക്ക് ചോദ്യം എന്താണോ? ഹൗ മച്ച് വാസ് ദി ഒറിജിനൽ ബില്ല് എന്നുള്ളതാ. ഈ ഒറിജിനൽ എന്നുള്ളതൊക്കെ പറഞ്ഞാലും ടോട്ടൽ എന്ന് പറഞ്ഞാലും മാക്സിമം എന്ന് പറഞ്ഞാലും ഒക്കെ എന്താണ്? 100 അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 75% 375 ആണെങ്കിൽ എത്രയാണ് 100% എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും അല്ലേ? രണ്ട് രീതിയിൽ ചെയ്യാം. 75 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 25 കൊണ്ടുവരാം. 25 കൊണ്ടുവരാൻ നമുക്ക് പറ്റൂലേ? എന്നാൽ /3 ചെയ്താൽ മതി. /3 ചെയ്താൽ 25% എത്താം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? /3 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 375/3 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 7 3 2 ടൈംസ് 15 125 വരും അല്ലേ? 125. ഓക്കെ, 25% 125. അങ്ങനെയാണെങ്കിൽ 100ലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി? × 4. ഞാൻ അങ്ങനെ ആലോചിച്ചത് 75% എന്ന് പറഞ്ഞാൽ 75% എങ്ങനെ 100ലേക്ക് എത്താമെന്നല്ല. ആദ്യം 25ലേക്ക് എത്തും, പിന്നെ 25ന് എന്ത് ചെയ്താൽ മതി? × 4 ചെയ്താൽ മതി. ഇപ്പം 100ലേക്ക് എത്തും. എങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അപ്പോൾ ഇവിടെ × 4 ചെയ്യുന്നത്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? × 4 ചെയ്യാം. ഇപ്പം 125 × 4 500. ഓപ്ഷനാണ് ഓപ്ഷൻ ബി. ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാവുന്ന കേട്ടോ. വേണമെങ്കിൽ 75 ഡയറക്റ്റ് ആയിട്ട് 1ലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? 75/75 ചെയ്യുക, 1% കിട്ടും. ആ 1ൽ നിന്ന് 100ലേക്ക് ഇട്ടാൽ എന്ത് ചെയ്താൽ മതി? 1 × 100 ആ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഉത്തരം കിട്ടിയാൽ മതി. 75 നിന്ന് 100ലോട്ട് എത്തുക എന്നുള്ളൊരു നമ്മൾ ചെയ്താൽ മതി. അടുത്ത ദിവസം നോക്കണം. ഇഫ് അനിൽസ് സാലറി ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് രാമ. ആക്ച്വലി ഇതും PCGയുടെ ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ ഇത് നമ്മളങ്ങനെ ആപ്ലിക്കേഷനായിട്ട് അങ്ങനെ പഠിക്കാൻ മാത്രമൊന്നുമില്ല. സിമ്പിളാണ്, പെട്ടെന്ന് പറയാൻ പറ്റും. ഇഫ് അനിൽ സാലറി ഈസ് 20% ലെസ് ദാൻ രാമ, ദെൻ ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് രാമ സാലറി മോർ ദാൻ അനിൽ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് അനിലിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് രാമയാണ്. ഇപ്പോൾ രാമക്ക് എത്രയാണോ സാലറി ഉള്ളത് അതിനേക്കാളും 20% കുറവാണ് ആരുടെ സാലറി? അനിലിൻ്റെ സാലറി. അപ്പം ഞാൻ രാമൻ്റെ എത്ര എടുക്കും? തുടക്കത്തിൽ എപ്പോൾ എന്താണ്? 100 അപ്പോൾ ഇതിനേക്കാളും 20% കുറവാണ് അല്ലേ അനിലിൻ്റെ സാലറി. 20% കുറവ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 20% കുറേ PCG അല്ലേ? -20 എന്തായിട്ട് വന്നു? 80. നമ്മൾ ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനിലിൻ്റെ സാലറിയേക്കാൾ ബട്ട് ദെൻ ബൈ വാട്ട് പെർസെൻറ്റേജ് ഈസ് രാമാസ് സാലറി മോർ ദാൻ അനിൽ അല്ലേ? അനിലിൻ്റെ സാലറിയേക്കാൾ എത്ര കൂടുതലാണ് രാമൻ്റെ സാലറി എന്നുള്ളത്. വേണമെങ്കിൽ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ പറയും എങ്ങനെ 100ൽ നിന്ന് 80ലോട്ട് എത്തിയപ്പോൾ 20% ആണല്ലോ കുറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 80ൽ നിന്ന് 100ലോട്ട് എത്തുന്ന സമയത്ത് 20% ആണല്ലോ കൂടുക എന്നുള്ളത്. നമ്മൾ പല സമയത്തും ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ പറയുന്ന ആൻസറാണ്. പക്ഷേ ആ ആൻസർ തെറ്റാണ്. ആ ആൻസർ തെറ്റായിട്ടുള്ള ഉത്തരം കറക്റ്റായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത് ഇതിൽ നിന്ന് 20% കുറഞ്ഞിട്ടാണ് 80 കിട്ടി. പക്ഷെ 80ൽ നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും ചെയ്തു നോക്കാൻ വേണം. 80ൽ നിന്ന് 100ലോട്ട് വരിക എന്ന് പറയുന്ന സമയത്ത് അതാണല്ലോ ചോദിച്ചത്. ഈ അനിലിൻ്റെ സാലറി രാമയേക്കാൾ എത്ര കൂടുതലാണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ 80ലേക്ക് 100ലോട്ട് എത്തുക, ഞാൻ ഇങ്ങോട്ടേക്ക് ഇതിൽ നിന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 80ൽ നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ
എന്താ ചെയ്യുക അറിയില്ലേ? പെർസെൻറ്റേജ് ചേഞ്ച് ഒരിക്കലും നമ്മളിൽ ഫോർമുല ഇല്ലേ? അബ്സല്യൂട്ട് ചേഞ്ച് ഇല്ലേ? അബ്സല്യൂട്ട് ചേഞ്ച് 20 ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി അല്ലേ? ഇൻറ്റു 100. ടീക്ക് 1 4 100 ഡിവൈഡ് ബൈ 4 എന്താണ്? 25. അതായത് 80 100 എത്തുക എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് കൂടുന്നത്? 25% കൂടുന്നത്. ഓക്കെ, അതായത് രാമന്റെ സാലറി അനിലിന്റെ സാലറിയിലോട്ട് എത്തുന്ന സമയത്ത് 20% കുറഞ്ഞത്. പക്ഷെ നേരെ തിരിച്ച് അനിലിന്റെ സാലറി രാമനിലോട്ട് എത്തുക, അതായത് 80 നിന്ന് 100 എത്തുക, അതായത് 80 100 അവിടെ എഴുതി. അപ്പൊ 80 നിന്ന് 100 എത്തുന്ന സമയത്ത് അവിടെ 25% ആണ് അവിടെ കൂടുന്നത്. ടീക്കെ, അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? 25% ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നോക്കടാ, ഇഫ് 30 ml of a solution of 20% alcohol is mixed with 20 ml solution of 25% alcohol, what is the strength of alcohol in the mixture എന്നുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ല, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ചെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെർസെൻറ്റേജ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം എന്താണ് 30 ml ഓഫ് എ സൊല്യൂഷൻ ഓഫ് 20% ആൽക്കോൾ. അപ്പോൾ ആദ്യത്തിൽ 20% ആണ് ആൽക്കോൾ ഉള്ളത് ഏതിൽ? ഓഫ് 30 ml സൊല്യൂഷനിൽ. ഈ രണ്ട് സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യാം. എൻ്റെ കയ്യിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ട്. ആദ്യത്തെ 30 ml ആണ്, അതിൽ 20% ആൽക്കോൾ ഉള്ളത്. ഈ രണ്ടാമത്തെ കയ്യിൽ എത്രയാണ്? 20 ml ആണ് സൊല്യൂഷൻ ഉള്ളത്, അതിൽ 25% ആൽക്കോൾ ഉള്ളത്. ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ പോവാം. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ടീക്കെ, എന്ത് ചെയ്യും? ആദ്യത്തെ 20% 30 ml ആയിരുന്നല്ലോ, അടുത്ത എന്താണ്? 25% ആൽക്കഹോളാണ് എന്തിൽ? ഓ പറ. 20 ml. അപ്പോൾ ആദ്യത്തോ രണ്ടാമത്തോ? അപ്പോൾ ആദ്യത്തിൽ 30 ml 20% എന്തുള്ളത്? ആൽക്കോൾ ഉള്ളത്. അപ്പോൾ ആദ്യത്തിൽ എത്ര ആൽക്കോൾ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇപ്പോൾ 20% ഓഫ് 30 ml എന്ന് പറയുമ്പോൾ 20 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 30. 0 പോകും, ഈ 0 പോകും, അതായത് 6 ml. ഈ രണ്ടാമത്തിൽ എത്ര ആൽക്കോൾ ഉള്ളത് അതും കണ്ടുപിടിച്ചൂടെ? 25 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 20. 0 പോവും. പിന്നെ 25 ഇൻറ്റു 2 എത്ര? 50 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 5 ml. അതായത് എൻ്റെ രണ്ട് കയ്യിൽ നോക്ക്. ആദ്യത്തെ കയ്യിൽ എത്രയാണ്? ഒരു 6 ml ആയിരുന്നു ആൽക്കോൾ ഉണ്ടായിരുന്നത്. പിന്നത്തെ കയ്യിലോ 5 ml ആണ് ആൽക്കോൾ ഉള്ളത്. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്താൽ എത്ര ആകും? രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയൊരു മിക്സർ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 6ഉം 5ഉം 11 ml ഉള്ളൊരു മിക്സറാണ്. ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് 11 ml ഉള്ളൊരു മിക്സറാണ് എനിക്ക് കിട്ടുക. ചോദ്യം എന്താണ്? സ്ട്രെങ്ത്താണ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണ്. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കിട്ടിയത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100. ഇവിടെ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജാണ്. അപ്പോൾ ആൽക്കഹോൾ എത്ര ഉണ്ട് നോക്കുക. ആൽക്കഹോൾ എത്ര ഉണ്ട്? 11 ഡിവൈഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുന്ന സമയത്ത് ആദ്യം 30 ml ഉള്ള സൊല്യൂഷനും 20 ml ഉള്ള സൊല്യൂഷനും കൂടെയാണ് മിക്സ് ചെയ്ത്. അപ്പോൾ 30 20 എത്രയാണ്? 50 ആണ്. അപ്പോൾ 50 എന്ത് അടുത്ത് ടോട്ടൽ എന്ന് പറയുന്നത് ഇൻറ്റു 100. 55 1 ടൈംസ് 100 5 52 ടൈംസ് 111 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 22%. 22% ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ മനസ്സിലാക്കാം. ആക്ച്വലി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ ഈ ഒരു PYQ ചെയ്തിട്ട് തന്നെ നമ്മൾ ഇതിൽ വരാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും എങ്ങനെ ടാക്കിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സീരിയസ്നെസ്സിൽ നമ്മൾ കാണാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കണ്ടന്റാണ്. അപ്പോൾ അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക, സമയം നല്ല രീതിയിൽ ചിലവാക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.